സ്പെസിയ ഡയറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്നത്തെ റെസിപ്പി എഗ്ഗ് കൊണ്ടുള്ള ഒരു ചില്ലിയാണ്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എന്നാൽ ഇത് വളരെ ടേസ്റ്റിയും വ്യത്യസ്തമായ ഒരു സ്റ്റൈലിലുമാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ. ഒരു ബൗളിലേക്ക് 7-8 മുട്ട പൊട്ടിച്ചൊഴിക്കുക. മുട്ടയുടെ അളവ് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഈ മുട്ടയിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിക്കുക, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയൻ, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ ഗ്രീൻ ചില്ലി, 1 ടീസ്പൂൺ മല്ലിച്ചപ്പ് അരിഞ്ഞത്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക, 2 ടേബിൾ സ്പൂൺ മിൽക്ക്, 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു പാന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിക്കുക. മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ആദ്യം 1 മിനിറ്റ് കുക്ക് ചെയ്യുക. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ഇനി ഇത് മൂടി വെച്ചതിന് ശേഷം ഒരു 12 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 12 മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റുക. ഇനി നമുക്ക് ഈ മുട്ട പൊരിച്ച് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് ചില്ലിയിലേക്കുള്ള സോസ് ഉണ്ടാക്കാം. ബൗളിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഒഴിക്കുക, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ കെച്ചപ്പ് 1 ടേബിൾ സ്പൂൺ, വിനീഗർ 1 ടീസ്പൂൺ. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളവും ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. അതേപോലെ ഒരു പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കുക. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള മുട്ട പൊരിച്ചത് എടുത്തതിന് ശേഷം അത് സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ മുട്ടെല്ലാം സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുട്ട പൊരിച്ചെടുത്ത സെയിം പാൻ തന്നെ അടുപ്പത്തേക്ക് വെക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ചൂടാക്കുക. പാൻ ചൂടായാൽ വെളുത്തുള്ളി അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർക്കുക. 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി അരിഞ്ഞത് ചേർക്കുക, 3 പച്ചമുളക് അരിഞ്ഞത്, 1 മീഡിയം ഒനിയൻ, 1 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞത്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഇത് കുക്ക് ചെയ്യുക. രണ്ട് മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇത് 1 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇത് 1 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള സോസ് ഇതിലേക്ക് ഒഴിക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ 1 മിനിറ്റും കൂടി വീണ്ടും കുക്ക് ചെയ്യുക. ഒരു മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിക്കുക. കോൺഫ്ലവർ ഇതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വീണ്ടും 1 മിനിറ്റ് കുക്ക് ചെയ്യുക. മുട്ടയെല്ലാം നമ്മൾ ഒഴിച്ചിട്ടുള്ള സോസിൽ നല്ലോണം കോട്ട് ചെയ്യുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർക്കാം. ഞാനിതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ എഗ്ഗ് ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്കൊന്ന് സെർവ് ചെയ്തെടുക്കാം. സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാം. കുറച്ച് വെളുത്തുള്ളും അതേപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടിയിട്ട് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് ചില്ലി റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ എഴുതുക.
അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതേപോലത്തെ വ്യത്യസ്തമായ റെസിപ്പിയുടെ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലൈക്കോൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. തീർച്ചയായും എൻ്റെ ചാനൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് കൂടിയേ തീരൂ. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സോ ഇറ്റ്സ് മീ താഹിർ, സ്പെസിയ ഡയറി, സൈനിങ് ഓഫ്. ബൈ.